ഒരു ഷോർട്ട് ട്രെയിലറിനെ പറ്റിയുള്ളതാണ്. ബട്ട് ദ ഷോർട്ട് ട്രെയിലർ ഇസ് അബൌട്ട് എ വെരി ബിഗ് മൂവി, ജുറാസിക് വേൾഡ് റീബേർത്ത്. എനിക്ക് ആക്ച്വലി ആ ഫസ്റ്റ് ട്രിലജിയിലെ പോലും ജുറാസിക് പാർക്ക് ഇഷ്ടമാണ്, ലോസ്റ്റ് വേൾഡ് ഇഷ്ടമാണ്. പക്ഷേ ആ മൂന്നാമത്തെ സിനിമ നോട്ട് സോ മച്ച്. ജുറാസിക് വേൾഡ് ഇസ് കൈൻഡ് ഓഫ് ഓക്കെ ബിക്കോസ് വി ആർ സീയിങ് ദ ഫ്രാഞ്ചൈസ് ആഫ്റ്റർ എ വെരി ലോങ് ടൈം. അതൊരു ഭയങ്കര സക്സസ്ഫുൾ ആകുകയും ചെയ്തു. ഇറ്റ് മെയ്ഡ് ലൈക്ക് ക്ലോസ് ടു 1.6 ബില്യൺ വേൾഡ് വൈഡ്. അത് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. പക്ഷേ അതിനകത്ത് 1-2 സീനോട് എനിക്ക് ചെറിയ തോതിലുള്ള ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ട്. എസ്പെഷ്യലി ആ ടെറഡാക്റ്റിൽ ആ ഒരു സെക്രട്ടറി ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കൊണ്ടുപോയി ഒരു മോൺസ്റ്ററിൻ്റെ വായിക്കത്തോണ്ട് ഇട്ട് കൊടുക്കുന്ന ആ സീനൊക്കെ ഇറ്റ്സ് ലൈക്ക് ചെറിയ ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ഫണി ആണോ ഡിസ്റ്റർബിംഗ് ആണോ എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉള്ളതായിരുന്നു. ആ ഒരു ടോണൽ ഇംബാലൻസ് എനിക്ക് പിന്നീട് വന്ന സിനിമകളിലും തോന്നി. സെക്കൻഡ് സിനിമ കുറച്ചുകൂടെ സീരിയസ് ആയിരുന്നു. പക്ഷേ ഓവറോൾ ഐ എം നോട്ട് എ ഫാൻ ഓഫ് വാട്ട് ദേ ഡിഡ് വിത്ത് ജുറാസിക് വേൾഡ്. ഇതിനുശേഷം വന്ന ഫോളൻ കിങ്ഡം, അതിനുശേഷം വന്ന ഡൊമിനിയൻ, ഇത് മൂന്നും 1.6, 1.3, 1 ബില്യൺ റവന്യൂ ഉള്ള സിനിമയാണ്. ഒരു സക്സസ്ഫുൾ സിനിമ എന്നൊക്കെ ഈസി ആയിട്ട് പറയും. യൂണിവേഴ്സലിൻ്റെ സക്സസ്ഫുൾ മൂവീസിലൊന്നാണ്. ബട്ട് അതിൻ്റെ റിവ്യൂസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് പോസിറ്റീവ്, ആവറേജ്, മിക്സ് ടു നെഗറ്റീവ്, ഇങ്ങനെ നടക്കുന്നത്. ആ ഒരു ഓർഡർ തന്നെ നടക്കുന്നത്. ദ ഫ്രാഞ്ചൈസ് റിയലി നീഡഡ് എ റീബൂട്ട്. ഇത് പക്ഷേ ഒരു റീബൂട്ടിനേക്കാൾ കൂടുതൽ അവർ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് എ സ്റ്റാൻഡ് അലോൺ സീക്വൽ. ഒരു പക്ഷേ ഒരു സ്റ്റാൻഡ് അലോൺ സീക്വൽ ട്രിലജിയിലോട്ട് ലീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും ഇത്. ട്രെയിലർ കണ്ടപ്പോൾ വാട്ട് ഐ തോട്ട് വാസ് ദേ ആർ പ്രോബ്ലി ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കാസ്റ്റിനെ അവർ കൊണ്ടുവന്നു. സ്കാർലറ്റ് യോഹാൻസൺ മാർവലിൻ തന്നെ, നേരത്തെ ക്രിസ് പ്രാറ്റ് ആയിരുന്നു, സ്റ്റാർ ലോർഡായിരുന്നു, ഇത്തവണ ബ്ലാക്ക് വിഡോ ആണ്. സോ ഷീ ഈസ് എ വെരി കറിസ്മാറ്റിക് ആക്ട്രസ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്തുകൊണ്ടും ഉള്ള ഒരാളാണ്. മെയിൻ ലീഡായിട്ട് വന്നിരിക്കുന്നത് ജോണത്തൻ ബെയ്ലിയാണ്. ജോണത്തൻ ബെയ്ലിയുടെ ഒരു വർക്കും ഞാൻ കണ്ടിട്ടില്ല. അതിൽ മോസ്റ്റ്ലി ഒരു തിയേറ്റർ ആക്ടറാണ്. സീരീസിലുണ്ട്, സിനിമകളിലുണ്ട്, പക്ഷേ ആക്റ്റീവായിട്ട് തിയേറ്റേഴ്സ് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പക്ഷേ പുള്ളിയുടെ വർക്കൊന്നും കണ്ടിട്ടില്ല. പിന്നുള്ളത് ആക്ച്വലി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആളുകൾ വേറെ ഉണ്ട് സപ്പോർട്ട് റോളിൽ. മാർഷൽ അലി ഉണ്ട്. മാർഷൽ അലി മാർവൽ ഇങ്ങനെ പുള്ളിയെ കുറേ കാലമായിട്ട് ഞങ്ങൾ ബ്ലേഡിൽ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്ക്. പക്ഷേ ആ ഒരു ലൂക്ക് കേജിലെ ആ ഒരു വില്ലൻ റോളിന് ശേഷം പുള്ളിക്ക് ഒരു സ്ട്രോങ് ഫ്രാഞ്ചൈസ് ലീഡ് ചെയ്യാനുള്ള ഒരു റോൾ വരെ വന്നിട്ടില്ല. ട്രൂ ഡിറ്റക്റ്റീവിൽ പുള്ളി വന്നിട്ടുണ്ട്. പക്ഷേ ബ്ലോക്ക് ബസ്റ്റർ പൊട്ടൻഷ്യലുള്ള കണ്ടൻറ്റിലോട്ട് പുള്ളിയെ നമ്മൾ കണ്ടില്ല അതിന് ശേഷം. അപ്പോൾ പുള്ളിയുണ്ട്, ഒരു മെയിൻ റോളിലുണ്ട്. പിന്നുള്ളത് റൂപ്പർട്ട് ഫ്രണ്ടും എഡ് സ്ക്രീനുമാണ്. റൂപ്പർട്ട് ഫ്രണ്ട് ഹിറ്റ്മാൻ്റെ ആ ഫ്ലോപ്പായ മൂവിയിലെ ഹിറ്റ്മാൻ, എഡ് സ്ക്രീൻ ട്രാൻസ്പോർട്ടറിൻ്റെ ആ ഫ്ലോപ്പായ മൂവിയിലെ ട്രാൻസ്പോർട്ടർ. അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുന്നത് ലിങ്കൺ ലോയറിലെ ആക്ടറുണ്ട്. പുള്ളിയുടെ പേര് മാനുവൽ ഗാർസിയ. പുള്ളിയുണ്ട്. പുള്ളി ഒരു നല്ല രസമുള്ള ഒരു പെർഫോമറാണ്. പുള്ളി നമ്മൾ 6 അണ്ടർഗ്രൗണ്ടിലൊക്കെ കണ്ടിട്ടുള്ള പുള്ളി അടിപൊളിയാണ്. ഓവറോൾ ഇതിൻ്റെ തീം ഇസ് മോർ ഓഫ് ഓബിയസ്ലി ഡൈനസോഴ്സിനെ ഉള്ള ഐലൻഡിലോട്ട് ഇവർ എന്തെങ്കിലും ഒരു സാധനം അക്വയർ ചെയ്യാൻ വേണ്ടി പോകുന്നു. അവിടെ പോകുമ്പോഴത്തേക്ക് ദേ കം അക്രോസ് ദീസ് വെരി ഡേഞ്ചറസ് മ്യൂട്ടേറ്റഡ് ഡൈനസോഴ്സ് വിച്ച് were originally developed by the Jurassic Park lab, but they were deemed too dangerous that അവരെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ്ലി പുട്ട് ടുഗെദർ ക്രീച്ചേഴ്സിനെ കാണാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ ഒരു ഗ്ലിംസ് നമ്മൾ ട്രെയിലറിൽ കണ്ടു, സംതിങ് വിച്ച് ലുക്സ് ലൈക്ക് എ ലാർജ് സീനോമോർഫ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് രസമുള്ള സംഗതികൾക്ക് വകുപ്പുണ്ട്. പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരി ദ മെയിൻ റീസൺ വൈ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു സീ ദിസ് മൂവി ഈസ് ബിക്കോസ് ഇറ്റ്സ് ഡയറക്റ്റഡ് ബൈ ഗാരത്ത് എഡ്വേർഡ്സ്. പുള്ളി കിടിലാണ്. മോൺസ്റ്റേഴ്സ് ആനിമേഷൻ അല്ല, ഒരു ബ്രിട്ടീഷ് മൂവിയുണ്ട് മോൺസ്റ്റേഴ്സ്, ഗോഡ്സിലയുടെ റീബൂട്ട്, സ്റ്റാർ വാർസ്, റോഗ് വൺ, ദ ക്രിയേറ്റർ, എല്ലാം കിടിലം പടമാണ്. എല്ലാം പ്രൊഡക്ഷൻ ക്വാളിറ്റി വൈസും ഡയറക്ഷൻ വൈസും എല്ലാ രീതിയിലും അക്ലെയിം ഉള്ള സിനിമകളാണ്. അപ്പോൾ ഐ ഹാവ് ഫുൾ ഫെയ്ത്ത് ഇൻ ദിസ് ഗൈ. സോ ഇൻഫാക്ട് ഈ ജൂലൈയിൽ ഇറങ്ങുന്ന 3 സിനിമകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹോപ്പുള്ളത്, നന്നായി വരുന്ന ഹോപ്പുള്ള സിനിമ ഇതാണ്. മിനിച്ചേക്കണേ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ദിസ് ഗൈ ഇസ് ലൈക്ക് സൂപ്പർ ഓസം ഇൻ ഹിസ് ക്രാഫ്റ്റ്. നല്ല എഫിഷ്യൻ്റായിട്ട് എക്സലൻ്റ് ആയിട്ട് പുള്ളിക്ക് ബജറ്റ് മാനേജ് ചെയ്ത് വലിയ സ്കെയിലുള്ള സിനിമകൾ എടുക്കാൻ അറിയാം. പുള്ളിക്ക് അറിയാം എങ്ങനെ അതിലെ ഹൈലൈറ്റുള്ള ഫാക്ടേഴ്സ് എപ്പോൾ കൺസീൽ ചെയ്യണം, എപ്പോൾ റിവീൽ ചെയ്യണം. ഇപ്പോൾ ഗോഡ്സിലെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ക്രിറ്റിസിസം ഉണ്ട് ആ റീബൂട്ടിനെ കുറിച്ച്. അതായത് ഞങ്ങൾ ഗോഡ്സിലെ കാണാൻ വന്നു, പക്ഷേ ഗോഡ്സിലെ കാണിച്ചില്ല എന്നുള്ളത്. പക്ഷേ ആ മൂവി ബിൽഡ് ചെയ്ത ടെൻഷൻ അടിപൊളിയായിരുന്നു. ഗോഡ്സിലയുടെ ആ ഒരു കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് വന്നപ്പോൾ വാരി വലിച്ച് ഗോഡ്സിലെ കാണിച്ചപ്പോഴത്തേക്ക് ആ മൂവി ഓടിയില്ല. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. പുള്ളി ഹി നോസ് വെൻ ടു പുട്ട് അപ്പ് എ ഷോ ആൻഡ് ഹൗ ടു യൂസ് ദ റിസോഴ്സസ്. അപ്പോൾ ആ കാര്യത്തിൽ ഐ ഹാവ് ഫുൾ ഫെയ്ത്ത് ഇൻ ദിസ് മാൻ. ആൻഡ് ആ ട്രെയിലർ ഓൾസോ ഇസ് എ പെർഫെക്റ്റ് ബാലൻസ് ഓഫ് സീരിയസ് ആണ്ട് ഒരു ഹ്യൂമർ പറഞ്ഞിടത്ത് ഹ്യൂമറും ഉണ്ട്. ജൂലൈയിലത്തെ 3 റിലീസസിൽ ദ വൺ വിച്ച് ഐ എം മോസ്റ്റ്ലി എക്സൈറ്റഡ് അബൌട്ട് ഇസ് ദിസ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സൂപ്പർമാനും Fantastic Four. And that's also a surprise because I'm not essentially a Jurassic Park or a Jurassic World fan. But after seeing this, I have high hopes for this. And I hope it really works out. പുതിയ ട്രിലജിയുടെ ബിഗിനിങ് ആയിരിക്കും. So if this movie does well, even if അതൊരു മുമ്പത്തെ മൂവീസിൻ്റെ ഒരു 1 ബില്യൺ റേഞ്ചിൽ എത്തിയില്ലെങ്കിലും, even if it does a 600 or an 800, it still be a solid start.
ഫോർ എ ന്യൂ ട്രിലജി. ആൻഡ് ആ ഒരു കാര്യത്തിൽ ഞാൻ എക്സൈറ്റഡ് ആണ്. പ്രോബ്ലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദിസ് ഗൈ ദിസ് ഫ്രാഞ്ചൈസ് കുഡ് ആക്ച്വലി ഡു മച്ച് ബെറ്റർ. അറ്റ്ലീസ്റ്റ് കമേഴ്ഷ്യലി എന്തായാലും മറ്റേ സിനിമകൾ സക്സസ്ഫുൾ ആയിരുന്നു, പക്ഷേ ക്രിട്ടിക്കലി കൂടി കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ സിനിമകൾ വരാനുള്ള സാധ്യതയുണ്ട് ഇഫ് ദിസ് ഗൈ ഈസ് ലീഡിങ് ദ ചാർജ്. സോ ദോസ് ആർ മൈ തോട്ട്സ് അബൌട്ട് ജുറാസിക് വേൾഡ് റീബർത്ത്. അത്രയേ ഉള്ളൂ. അപ്പം ശരി എന്നാൽ, പീസ്.